ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലി ആ കുഞ്ഞുമോൻ ഇപ്പോഴാണത് പഠിച്ചു തീർന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ വചനം ആ കുട്ടി ഇപ്പോൾ അല്പസമയം മുമ്പാണ് തൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്റെ അരികിൽ വെച്ച് പഠിച്ചു തീർത്തത്. അങ്ങനെ പഠിച്ചപ്പോൾ ആ കുഞ്ഞുമോൻ അത് പഠിഞ്ഞപ്പോൾ അല്ലാഹു പറയുകയാണ്, എനിക്ക് ലജ്ജ തോന്നുകയാണ്. ആ കുഞ്ഞുമോൻ എന്താണ് പറയുന്നത്? റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, കാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹ്, കാരുണ്യവാനായ എന്നെ കുറിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ സിഫത്തുകൾ ഇങ്ങനെ ആ വചനങ്ങൾ ഇങ്ങനെ പറയുമ്പോ പടച്ചവനെ, ആ കുഞ്ഞുമോന്റെ ബിസ്മില്ലാഹിയുടെ പവർ നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ തഫ്സീറുൽ കബീറിന്റെ 1-ാമത്തെ വാള്യം 158-ാമത്തെ പേജിൽ ഈ ചരിത്രം വിശദീകരിക്കുകയാണ്. അങ്ങനെ അല്ലാഹു പറയുന്നു, ഈസ നബിയെ ഭൂമിയുടെ മുകളിൽ വെച്ചുകൊണ്ട് ആ കുഞ്ഞുമോൻ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ആ കുഞ്ഞുമോന്റെ പിതാവിനെ ഖബറിലിട്ട് ശിക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം, അനുഗ്രഹീതമായ ആ വചനം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞുമോന്റെ ഉപ്പ ഖബറിലല്ലേ കിടക്കുന്നത്. അവന്റെ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന ആ കുഞ്ഞുമോന്റെ പിതാവിന്റെ ശിക്ഷ ഞാൻ ഒഴിവാക്കി കൊടുത്തതാണ് ഈസാ നബിയേ. ഈസ നബിയോടുള്ള വഹി അറിയിക്കുകയാണ്. എൻ്റെ സദസ്സിൽ ഉപ്പമാരുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ട്. ഇൽമു പഠിക്കുന്ന കുട്ടികൾ മദ്രസയിൽ പോകുന്നവരാണെങ്കിലും അവര് ദർസിൽ പോകുന്നവരാണെങ്കിലും ആ കുഞ്ഞുമക്കൾ പഠിക്കുന്ന വചനങ്ങളുടെ മഹത്വം അറിയുമോ? ചിലരുണ്ട് മരണപ്പെട്ടു പോയാൽ ഒന്നും ലഭിക്കൂല, ഖബറിലേക്കൊന്നും കിട്ടൂല എന്ന് പറയുന്നവർ അവരറിയണം ഈ ചരിത്രം. ഇമാം റാസി തങ്ങൾ പറയുകയാണ്, മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ കുഞ്ഞുമോന് ഭൂമിയിൽ വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉരുവിടുമ്പോൾ ഖബറിൽ ശിക്ഷിക്കപ്പെട്ട കാലങ്ങളായി വർഷങ്ങളായി ശിക്ഷിക്കപ്പെട്ട പിതാവിന്റെ അദാബുകൾ ഉയർത്തപ്പെട്ട ചരിത്രമാണ് ഈസ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അവരനുഭവിച്ച സംഭവം ഇമാം റാസി തങ്ങളുടെ കിതാബിൽ കാണുന്നതെങ്കിൽ ഖബറിൽ എത്തുമ്പോൾ ആ മക്കളുടെ ബിസ്മില്ലാഹിയുടെ, അവരുടെ തബാറക്കയുടെ, അവരുടെ യാസീനിന്റെ അവരോതുന്ന വചനങ്ങളുടെ മഹത്വങ്ങൾ എത്ര പവിത്രമാണ്. ഇവിടെ അതാ അനുഗ്രഹീതരായ മുതഅല്ലിമീങ്ങൾ ഇരിക്കുന്നു, അവരെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരിരിക്കുന്നു. പണ്ഡിതന്മാരും അവര് ലോകത്ത് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന ഇൽമ് അത് വളരെ വലുതാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാന കാലഘട്ടം വരുമ്പോൾ ലോകത്ത് അറിവ് ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരും. അറിവ് ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരും. എല്ലാവരും ഫത്വ കൊടുക്കുന്നവരാകും, അവര് ജാഹിലുകളാകും. ആ ജാഹിലുകളുടെ ഫത്വ കൊണ്ട് അവർ സ്വയം പിഴക്കും, മറ്റുള്ളവരെ പിഴപ്പിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട്. അവസാനം പണ്ഡിതന്മാരിൽ നിന്ന് അകന്നു ജീവിക്കരുത്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, ഒരാലിമിന്റെ മരണം ലോകത്തിന്റെ മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങളോടുള്ള ആദരവാണ് നമുക്ക് ബറക്കത്ത് കിട്ടാനുള്ള കാരണം. നമ്മൾ എന്തിനാണ് ഖാസിം ഉസ്താദിന്റെ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്? ആ ആലിമിനെ എന്തിനാണ് നമ്മൾ അനുസ്മരിക്കുന്നത്? സാലിഹീങ്ങൾ അനുസ്മരിക്കുന്നത് നമ്മുടെ പാപം പൊറുക്കാനാണ്. ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളിൽ നിന്ന് അകന്നുപോയാൽ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കളയും. നന്നായി ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഒറ്റൊന്നിനും ബറക്കത്തുണ്ടാകൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരറിയണം, കഴിഞ്ഞു പോയ മുൻഗാമികൾ അവരറിവിന് പ്രാധാന്യം കൊടുത്ത് രക്ഷപ്പെട്ടവരാണ്. അറിവിലൂടെ ആത്മീയതയിലേക്ക് എത്തിയവരാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അറിവുള്ളവർക്കാണ് അതാ തഖ്വയുണ്ടാവുന്നത്. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അല്ലദീന ആമനൂ, നല്ല ഈമാനോടെ ജീവിച്ചവരാണ്. വകാനൂ യത്തഖൂൻ, തഖ്വയോടെ ജീവിച്ചവരാണ്. മഹാനായ അബൂ സ്വാലിഹ് എന്നവരുടെ പ്രിയപ്പെട്ട മകനാണ് ബഹുവന്യരായ ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി.
എത്ര സൂക്ഷ്മതയായിരുന്നു ആ പിതാവിന്. ചെറുപ്പകാലത്തിൽ നമ്മുടെ കാരണവന്മാര് പാതിരാവുകളിലിരുന്ന് കേട്ട വയലുകളിലൊന്നല്ലേ അബുൽ ഖൈർ, മഹാനായ അബൂ സ്വാലിഹ് തങ്ങളുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടന്നു പോവുകയല്ല. വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് ഇറാഖിൽ ഒരു പുഴയിൽ കുളിക്കാനിറങ്ങിയ മഹാൻ അതാ വരുന്നു. ഒരു പഴം അതെടുത്ത് വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് തിന്നുപോയില്ലേ. അവസാനം എന്തു സംഭവിച്ചത്? പൊരുത്തപ്പെടിക്കാനാണ് മുകളിലേക്ക് പോയത്. അത് പൊരുത്തപ്പെടിക്കാൻ ചെന്നപ്പോഴാണ് പ്രിയപ്പെട്ട ഒരു മഹാനായ സൂഫി വര്യനെ കണ്ടത്. അയാളുടെ തോട്ടമായിരുന്നു. പൊരുത്തപ്പെടിക്കുമ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടു തരൂല എന്ന് പറയുകയാണ്. ചില ധാരണകൾ മനസ്സിൽ വെച്ച് ചെയ്തതാണ്. എന്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ്. അവസാനം ആ മോൾക്ക് കയ്യും കാലും ഒന്നുമില്ലെന്ന് പറയുകയാണ്. കയ്യുമുണ്ട്, കാലുമുണ്ട്, എല്ലാ അവയവങ്ങളുമുള്ള ഒരു പെണ്ണിനെയാണ് മണിയറയിൽ വെച്ചുകൊണ്ട് അബൂ സ്വാലിഹ് തങ്ങൾ കണ്ടത്. ഇതെന്റെ ഭാര്യയല്ലല്ലോ, അത് തന്നെയാണ് നിന്റെ ഭാര്യ. കാലില്ല കയ്യില്ലെന്നൊക്കെ പറഞ്ഞത് മോനെ ഹറാമിലേക്ക് നടക്കാറില്ല, ഹറാമിലേക്ക് നടക്കുന്ന കാലില്ല, ഹറാമി കാണുന്ന കണ്ണില്ല, ഹറാമ് പിടിക്കുന്ന കൈയില്ല എന്നാണ്. അങ്ങനെ ആ വിവാഹം മംഗളമായി നടന്നപ്പോൾ അതിലുണ്ടായ കുഞ്ഞാണ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്, സൂക്ഷ്മതയുള്ളവരാണ് ജീവിതത്തിൽ. എന്തുകൊണ്ട്? ഇൽമ് കിട്ടുമ്പോഴാണ് ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാകുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഖാസിം ഉസ്താദിന്റെ ഒരു അനുസ്മരണ പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ അവിടുത്തെ ഒരു ശിഷ്യൻ എഴുതി വെച്ചത് കണ്ടു. പടച്ചവനെ, അങ്ങ് കേരളയിൽ അവര് ദർസ് നടത്തുമ്പോൾ അവിടെ പുറത്തേക്ക് പോകണം ടോയ്ലറ്റിലേക്ക്. ആ ടോയ്ലറ്റിലെത്തിയിട്ട് അവര് തിരിച്ചു പോരുമ്പോ അവിടെയുള്ള അടക്കകളൊക്കെ പെറുക്കുകയാണ്. ആ അടക്കകളൊക്കെ പെറുക്കിയിട്ട് പള്ളിയുടെ അടിഭാഗത്ത് ഒഴിഞ്ഞ മഴ കൊള്ളാത്തൊരു ഭാഗത്ത് അതൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ് ഖാസിം ഉസ്താദ്. അതിൽ നിന്നും 2 അടക്കകൾ എടുക്കുകയാണ്. അത് തൊലിച്ചിട്ട് അതാ അവരിങ്ങനെ വെറ്റില മുറക്കുന്ന സ്വഭാവം ഉണ്ടൊന്ന് വെറ്റില മുറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടി പറയുന്നുണ്ട്, ആ സമയത്തും മറ്റൊരു സമയത്തും ഞാൻ ഉസ്താദിനെ ശ്രദ്ധിച്ചു. ഉസ്താദിൽ നിന്ന് കണ്ട അത്ഭുതം എന്താണ്? ഈ 2 അടക്കെടുത്തതിന് കമ്മിറ്റി അനുവദിക്കപ്പെട്ടതാണ്, അവർക്കത് പ്രശ്നമില്ലാത്തതാണ്, 2 അടക്കകളാണ്. പക്ഷേ അതിന് ക്യാഷ് കൊണ്ടുപോയിട്ട് അവിടുത്തെ പള്ളിയുടെ ബോക്സിൽ നിക്ഷേപിക്കുകയാണ്. പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ പള്ളിയിൽ സ്ഥാപിച്ച ബോക്സിലതാ ക്യാഷ് കൊണ്ടുപോയി ഇടുന്നു. മോനെ ഡ്രസ്സ് അലക്കണം, ഡ്രസ്സൊന്ന് തേക്കണമെന്ന് പറഞ്ഞ് ശിഷ്യൻ ആ ഡ്രസ്സ് തേച്ച് കഴിഞ്ഞപ്പോ അപ്പോഴും അതാ ആ പെട്ടിയിൽ കൊണ്ടുപോയി ക്യാഷ് ഇടുന്നു. ഉസ്താദേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ലേ? പള്ളിയിലെ കരണ്ട് എടുത്ത് ഉസ്താദിന് ഡ്രസ്സ് തേച്ചുകൂടെ? പള്ളിയിൽ ഒരു അടക്കെടുത്തിട്ട് എന്തേ ഉസ്താദിന് വെറ്റില മുറുക്കിക്കൂടെ? അത് ചോദിക്കുമ്പോ പറയുന്നത്, മോനെ ആലിമീങ്ങളാണ്, അവര് പറയേണ്ട മറുപടിയാണ്. സൂക്ഷ്മത വേണം. ഇത് പൊരുത്തപ്പെട്ടു കിട്ടാൻ, ഇത് അനുവദനീയമായി കിട്ടാൻ, ഒരു പ്രയാസവും ഇല്ലാതെ രക്ഷപ്പെടാൻ അതിനു വേണ്ടി ചെയ്യുന്നതാണ്. മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു അവരെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ജീവിതത്തിലും കാണാം, അവരൊരുപാട് രാത്രിയിൽ ഉറക്കമൊഴിച്ച് കിതാബ് എഴുതുന്നവരാണ്. 25,000 രൂപ കരണ്ട് ബില്ല് അവർ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഏൽപ്പിക്കുന്നു. എന്തിന്? പടച്ചവനെ, ഇൽമല്ലേ അവര് പഠിച്ചത്, ഇൽമല്ലേ അവർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ എന്തിനാണ് ക്യാഷ് പ്രത്യേകം കൊടുക്കുന്നത് സ്ഥാപനത്തിൽ? ഞാൻ ഒരുപാട് സമയം ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്, അതിനൊരുപാട് കരണ്ട് ചെലവായിട്ടുണ്ട്. അവരുടെ സൂക്ഷ്മതയാണ്. എന്റെ 25,000 കരണ്ട് ബില്ലിലേക്കെന്ന് പറഞ്ഞിട്ട് മരിക്കും മുമ്പ് കരണ്ട് ബില്ലടച്ച പണ്ഡിതനാണ് മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ്. 2 അടക്കെടുത്തിട്ട് മുറുക്കാൻ ഉപയോഗിച്ചതിന്റെ പേരിൽ പെട്ടിയിൽ കൊണ്ടുപോയി ക്യാഷ് ഇടുന്ന സൂക്ഷ്മതയാണ് മഹാനായ ഖാസിം ഉസ്താദ്. തന്റെ ഡ്രസ്സ് അത് അയൺ ബോക്സ് എടുത്തുകൊണ്ട് സ്ത്രീ ഇട്ടപ്പോ ആ സ്ത്രീ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് അതിനു വേണ്ടി പള്ളിയുടെ കരണ്ടല്ലേ ഉപയോഗിച്ചത്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, തഖ്വയുള്ളവരാണ്, സൂക്ഷ്മതയുള്ളവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതിനു വേണ്ടി ബോക്സിൽ പള്ളിയിൽ ക്യാഷ് കൊടുക്കുകയാണ്. അല്ലാഹു ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഒക്കെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ.
ഒരു ശിഷ്യന്റെ ഒരു ചെറിയ ലേഖനം ഞാൻ വായിച്ചു. രാത്രിയിൽ 2ാം ദർസ് ഇശാക്ക് ശേഷം ഭക്ഷണവും കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇങ്ങനെ ചോറ് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരുള്ള ഒരു ഓത്തുണ്ട്, 2ാം ദർസ് എന്ന് പറയും. മുതഅല്ലിമീങ്ങൾ ആ 2ാം ദർസിൽ ഇങ്ങനെ ഓതി ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ ഉറങ്ങാൻ തുടങ്ങും. എല്ലാവരും ഓതിക്കഴിഞ്ഞു. ഒരു പണ്ഡിതൻ, ഒരു മുതഅല്ലിം അവിടുത്തെ ശിഷ്യൻ ഇങ്ങനെ ഓതിപ്പടിക്കുമ്പോൾ അവര് പറയാണ്, പല സമയങ്ങളിലും ഞാനിങ്ങനെ ഈ ഉറക്കത്തിന്റെ ഉണർവിന്റെ അടിയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. കുറെ ഓതും, കുറെ ഉറങ്ങും, പിന്നെയും പഠിക്കും. അങ്ങനെ പഠിക്കാൻ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാണാ ഒരു കൈ മുന്നിലേക്ക് വരുന്നു. ആ കയ്യിൽ ചിലപ്പോ പൂവട ആയിരിക്കും, ചിലപ്പോ എന്തെങ്കിലും ബേക്കറികളായിരിക്കും, ചിലപ്പോ എന്തെങ്കിലും തിന്നാനുള്ള സാധനമായിരിക്കും. അത് എൻ്റെ ഉസ്താദിന്റെ കൈയായിരിക്കും. രാത്രിയിൽ ഉറക്കമൊഴിച്ച് പഠിക്കുന്ന 2ാം ദർസിൽ ഓതി പഠിക്കുന്ന എനിക്ക് എൻ്റെ ഉസ്താദിന്റെ അംഗീകാരമായിരുന്നു അത് എന്ന് ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് ചെലവാക്കിയിട്ട് മാംസവും അതുപോലെ മത്സ്യവും ബേക്കറികളും വാങ്ങിക്കൊടുത്തിരുന്നൊരു പണ്ഡിതൻ. അവരുടെ സ്നേഹമാണ് മുതഅല്ലിമീങ്ങളോട്, ഇൽമിനോടുള്ള സ്നേഹമാണ്. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ അറിവ് കൊണ്ട് ആത്മീയത കൊണ്ട്, അതുകൊണ്ടാണ് അവർ ഔന്നിത്യത്തിന്റെ ചവിട്ടുപടികൾ കയറിപ്പോയത്. ആ മുൻഗാമികൾ രക്ഷപ്പെട്ട വഴിയിലൂടെയല്ലാതെ നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്ന് നമ്മൾ ആത്മീയതയിൽ നിന്ന് അകന്നുപോയോ, എന്ന് ദിക്റിന്റെ മജ്ലിസുകൾ അലർജിയായോ, എന്ന് റാത്തീബുകൾ നമുക്ക് അലർജിയായോ, എന്ന് മൊയ്യുദ്ദീൻ ശൈഖിന്റെ പേരിൽ നേർച്ചയാക്കുന്നത് നമുക്ക് അലർജിയായോ, അന്ന് പരീക്ഷണങ്ങൾ വന്നു തുടങ്ങും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആത്മീയതയിൽ നിന്ന് അകന്നു പോകരുത്. ആത്മീയത കൊണ്ടാണ് മുൻഗാമികൾ രക്ഷപ്പെട്ടത്. നിങ്ങൾക്കും രക്ഷപ്പെടാനുള്ള വഴി അതാണ്. ആ മഹാരഥന്മാരുടെ, ആ ആത്മീയ പുരുഷന്മാരുടെ ജീവിതത്തിൽ അവർ ഔന്നിത്യത്തിലേക്ക് എത്തിയ മറ്റു വിവിധങ്ങളായിരിക്കുന്ന വിശേഷണങ്ങളുണ്ട്. ഓരോന്നെടുത്ത് ചർച്ച ചെയ്യാൻ സമയമില്ല. മഹാനായ ഗൗസുൽ ആലം പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും വലിയ ഔന്നിത്യത്തിലേക്ക് എത്തിയത് സത്യസന്ധത കൊണ്ടാണ്, കളവ് പറയാത്തത് കൊണ്ടാണ്, ജീവിതത്തിൽ ഒരു കളവും പറയാതെ ജീവിച്ചത് കൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട മൂല്യം അതാണ്. മുത്തുനബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, 3 കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കൾ നല്ലവരാകും, അവര് വളയാതെ വളരും, നിങ്ങൾക്ക് തന്നെ ആ മക്കളെ ഉപകാരപ്പെടും. ആ 3 കാര്യങ്ങള്, ഒന്ന് ഹബീബ് പഠിപ്പിക്കുന്നത് മഹബ്ബത്തുർ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബിയോടുള്ള സ്നേഹം, മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം. ആ മുത്തുനബിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് രക്ഷയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പുന്നാര നബിയുടെ ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. കളവ് പറയാതെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്ന വിഷയം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവർ. മഹാനായ ഗൗസുൽ ആലമിന്റെ ജീവിതം അതാണ്. മഹാനവറുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ വലിയ സ്ഥാനത്തിലേക്ക് എത്തിയത്? അലാമാനിൽ തഹാദൽ മൻസിബ്, ഈ വലിയ സ്ഥാനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ശൈഖ് അവറുകളെ എന്ന് ചോദിക്കുമ്പോ ഗൗസുൽ ആലം പറയുന്ന മറുപടി എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിൽ ഈ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നത് സത്യസന്ധത കൊണ്ടാണ്. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കളവ് പറഞ്ഞില്ല. ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുന്ന കാലത്ത് പോലും ഒരിക്കലും കളവ് പറയാതെ ജീവിച്ചത് കൊണ്ടാണ് ഈ വലിയ സ്ഥാനങ്ങളിലേക്ക് എന്റെ റബ്ബെന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് ഗൗസുൽ ആലം പറയുന്നുണ്ട്. അതാണ് മാലയിൽ പറഞ്ഞത്, കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട്, ഗൗസുൽ ആലമിന്റെ ഉയർച്ചയുടെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്,
ഗൗസുൽ ആലമിന്റെ ജീവിതത്തിൽ മുത്തുനബിയോടുള്ള മഹബത്താണ്. ജീവിതത്തിൽ ആരൊക്കെ ഔന്നിത്യത്തിന്റെ വലിയ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നിട്ടുണ്ടോ അതിന് കാരണം ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്താണ്. വേദം വിളമ്പി പറവാൻ മടിച്ചാരേ വേദാംബരവർ ബായിൽ തുഫി കൊടുത്തോവർ. ഗൗസുൽ ആലമിന് പ്രസംഗിക്കാൻ കഴിയുന്നില്ല, ഇൽമു പറയാൻ കഴിയുന്നില്ല. അല്ലാഹു വലിയ അറിവുകൾ കൊടുത്ത മഹാനാണ്. പക്ഷേ ഭംഗിയായി അത് ദർസ് നടത്താനും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല. വലിയ അറിവുണ്ട്, വിശുദ്ധ ഖുർആൻ അറിയാം, കഴിഞ്ഞു പോയ വേദങ്ങൾ അറിയാം, 4 കിതാബേയും മറ്റുള്ള സുഹഫേയും നയനരുളാലേ ഒതി ഉണർന്നോവർ. ഗൗസുൽ ആലമിന് കഴിഞ്ഞു പോയ വേദങ്ങൾ അറിയാം, വിശുദ്ധമായ ഖുർആൻ അറിയാം, എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുള്ള അറിവുകൾ അല്ലാഹു സമ്മാനമായി കൊടുത്ത മഹാനാണ്. പക്ഷേ മഹാനവകൾക്ക് ഭംഗിയായി അത് പറയാനും ദർസു നടത്താൻ കഴിയുന്നില്ല. എന്തേ മോനെ സംസാരിക്കാത്തത്? കിടന്നുറങ്ങുമ്പോ പുന്നാര നബിയെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്തു പറ്റി മോനെ സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ? നിന്റെ പ്രസംഗം എന്തേ ഭംഗിയാവാത്തത്? നിന്റെ വയലെന്തേ ക്ലിയർ ആവാത്തത്? ഉസ്താദുമാര് അവര് ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. വിനീതനായ ഞാൻ, അഭിവന്യരായ ശൈഖുനാ മുഹയ്യിസുന്ന പൊന്മുള ഉസ്താദ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ നമ്മോട് വിട പറഞ്ഞു. അല്ലാഹു അവരെ ദറജ വലുതാക്കി കൊടുക്കട്ടെ. ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുണ്ട്, ശൈഖുനാ മുഹയ്യിസുന്ന പൊന്മുള ഉസ്താദ് ഉണ്ട്, ശൈഖുന എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഉസ്താദ് പൊന്മുള ബാക്കവി ഉസ്താദും ഉണ്ട്. 3 പേരുണ്ട്. 3 പേരുള്ള ഒരു സദസ്സിൽ പ്രസംഗിക്കാൻ വേണ്ടി പെട്ടെന്ന് എൻ്റെ അവിടുത്തെ 2ാം മുദരിസായ ഉസ്താദിനെ വിളിച്ചതാണ്. ഉസ്താദ് നമ്മളെ ദർസിൽ എല്ലാവരും മുത്തഅല്ലിമാണ്, നല്ല വയല് പറയുന്നു പറഞ്ഞു. പെട്ടെന്ന് എന്നെയാണ് വിളിച്ചു കളഞ്ഞു. ഞാൻ എണീറ്റ് നോക്കുമ്പോ ഈ ഉസ്താദുമാരെ മുന്നിൽ നിന്ന് ഭംഗിയായി പ്രസംഗിക്കാൻ കഴിയുന്നില്ല. 15 മിനിറ്റ് പറഞ്ഞൊപ്പിച്ച് വേഗം തടികാലിയാക്കി. പിറ്റേ ദിവസം തഫ്സീർ ക്ലാസിന്റെ മുന്നിൽ ഉസ്താദ് വന്നപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് ചോദിച്ചു, എന്തേ ഹംസേ ഇന്നലെ ഉഷാറായി പ്രസംഗിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു, ഉസ്താദേ എല്ലാരെയും മുന്നിൽ, വലിയ മഹാന്മാരെ മുന്നിൽ വെച്ച്, വന്യരായ പൊന്മുള ഉസ്താദിന്റെ, ആനമങ്ങാട് ഉസ്താദിന്റെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ പ്രസംഗിക്കാനാണ്? ഉസ്താദ് അതിനുള്ള പരിഹാരം പറഞ്ഞു. ഇനി മുതൽ ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഇന്നത്തെയും ഊർജം, എന്നത്തെയും ഊർജം. മഹാനായ ഗൗസുൽ ആലമിന് പറയാനുള്ളത് ആരോടാണ്? തന്റെ പ്രിയപ്പെട്ട വല്ലിപ്പയായ മുത്തുനബിയോടാണ്. എന്തേ ഭംഗിയായി പ്രസംഗിക്കാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് അവര് പറയാണ്, കൈഫ തകല്ലമു അലാ ഫുസഹായി ബഗ്ദാദ്. വല്ല സാഹിത്യകാരന്മാരാ അവിടെ ഉള്ളത്. ഈ സാഹിത്യകാരന്മാരായ നല്ല ആളുകളുടെ മുന്നിൽ എങ്ങനെ അറബി പറയാനാണ്? നല്ല അറബി അറിയുന്നവരാ എൻ്റെ മുന്നിൽ, എനിക്ക് എങ്ങനെ സംസാരിക്കാൻ അറിയും? വേദാംബരവർ ബായിൽ തുപ്പി കൊടുത്തോവർ. ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെ ഉയർച്ചയ്ക്ക് കാരണം പുന്നാര നബിയുടെ ബറക്കത്ത് കിട്ടിയതാണ്. ആ ബറക്കത്തിന്റെ ഉമനീരാണ് അവര് വലിയ സ്ഥാനങ്ങളിലെത്താൻ കാരണം. പിന്നെ പ്രൗഢമായ പ്രഭാഷണം, സാഹിത്യപൂർണമായ പ്രഭാഷണം, മുത്തുനബിയുടെ ബറക്കത്ത് കിട്ടിയ ശേഷം അല്ലാഹു ആ ഹബീബിന്റെ ബറക്കത്തും പുണ്യവും നമുക്കും നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചിട്ട് ഗൗസുൽ ആലം അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ മദീനയിലെത്തിയാൽ, ആ മദീനയിലേതെങ്കിലും മുക്കുമൂലകളിലെത്തിയാൽ, അവിടുത്തെ ചേറോ ചളിയോ വൃത്തികേടോ കണ്ടാൽ, വൃത്തികെട്ട സ്ഥലം, വൃത്തികേടുള്ള സ്ഥലം എന്ന് ചിന്തിച്ചു പോകല്ലേ മക്കളെ. കാരണം ഇത് മദീനയുടെ മണ്ണാണ്. ആ മണ്ണിനെന്തൊരു പ്രത്യേകതയാണ്, അതിനെന്തൊരു പവിത്രതയാണ്. അത് പുന്നാര നബിയുടെ കാല് തട്ടിയ മണ്ണല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുനീര് അവിടേക്ക് വീണിട്ടില്ലേ? സ്വഹാബികളുടെ കണ്ണുനീര് വീണ മണ്ണല്ലേ. അതുകൊണ്ട് മദീനയിൽ ചെളിയോ ചേറോ ഉള്ള സ്ഥലങ്ങൾ കണ്ടാൽ, വൃത്തികേടുകൾ കണ്ടാൽ, ആ സ്ഥലത്തെ പോലും മോശമാക്കി കളയരുതെന്ന് മഹാനവറുകൾ പഠിപ്പിച്ചു പോയി. ആ മണ്ണിനോടുള്ള സ്നേഹമാണ്. ലാ ത്വീബ യഅദീലു തുർബത്തുഹാ
بنظما أعظمه طوبى لمنتشق منه وملتزم مولاي صل وسلم للخلق كلهم. എന്തോ ഒരു സുഗന്ധമുള്ള മണ്ണാണ്. ആ മണ്ണിനെ പോലും നിസാരപ്പെടുത്തരുതെന്ന് ആദരവോടെ പഠിപ്പിച്ചു ഗൗസുല്ലാദം. അതാണ് ഇമാം ബുസൂരിയും പറഞ്ഞത്, മദീനയുടെ മണ്ണിനോട് പോലും പവിത്രതയാണ്. മദീനത്തെ മണ്ണിനെ കവച്ചു വെക്കാൻ പറ്റുന്ന സുഗന്ധമുള്ള ഒരു മണ്ണുണ്ടോ? അതാണ് ഫാത്തിമ ബീവി മുത്തുനബി വഫാത്തായപ്പോൾ എല്ലാവരും ഹബീബിനെ മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോ അനസ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അനസേ, എങ്ങനെ ആ മുത്തുനബിയുടെ മുകളിലേക്ക്, മുത്തുനബിയെ മണ്ണിൽ വെച്ചിട്ട് ആ ഹബീബിന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ മണ്ണ് വാരിയിടാൻ കഴിഞ്ഞു അനസേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്. പിന്നെ സിയാറത്തിന് പോവുകയാണ്. മുത്തുനബിന്റെ ഖബർ ആദ്യം സിയാറത്ത് ചെയ്തതാരാണ്? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. എന്നിട്ടാ ചുവപ്പ് തുടിക്കുന്ന മണ്ണ് അതെടുത്തുകൊണ്ട് ചുംബിച്ചിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, എന്തോ ഒരു സുഗന്ധമാണ്, ഇതെന്തോ ഒരു സുഗന്ധമാണ്, മദീനത്തെ മണ്ണിന്റെ സുഗന്ധം. ആ മണ്ണിന്റെ പവിത്രതയാണ് ഗൗസുല്ലാദമും വരച്ചു കാണിക്കുന്നത്. ആ മദീനയോടുള്ള മഹബ്ബത്താണ് ഖാസിം ഉസ്താദിന്റെ ജീവിതത്തിലും കാണുന്നത്. മദീനയുടെ അദബുകൾ പാലിക്കുമ്പോൾ അവര് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ അവിടുത്തെ ശിഷ്യഗണങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. മുത്തുനബിയോടുള്ള ആദരവ്, ഹബീബിനോടുള്ള സ്നേഹം, ഹബീബിന്റെ പരിശുദ്ധമായ മദീനയിലണയാൻ അവര് കൊതിച്ചതും അവരാഗ്രഹിച്ചതും അല്ലാഹു അവിടെ എത്തിച്ചതും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഒരൊറ്റ വിഷയം മാത്രമാണ്. ജീവിതത്തിൽ ആരൊക്കെ ഉയർന്നിട്ടുണ്ടോ, അറിവുണ്ട്, ആത്മീയതയുണ്ട്, അങ്ങനെയാണ്. അറിവിലൂടെയും ആത്മീയതയിലൂടെയും ആ മഹാന്മാര് രക്ഷപ്പെട്ട വഴിയിലൂടെയുമല്ലാതെ നിങ്ങൾക്കും രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെ തഖ്വയോടെ ജീവിച്ചവരാണ്, ആ തഖ്വയിലൂടെ ഉയർന്നവരാണ്. ഔലിയാഉല്ലാഹി തആല ലാ യമൂതൂന ബൽ യന്തഖിലൂന മിൻ ദാരിൻ ഇലാ ദാർ. അവർക്ക് മരണമില്ല, അവർ ഈ ഭൗതിക ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് അവര് നീങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, അഭിവന്യരായ സിദ്ദീഖ് ഉസ്താദി മഹത്തായ വേദിയിലേക്ക് കടന്നു വന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഉസ്താദ് എത്തിയ ഉടനെ എൻ്റെ പ്രസംഗം നിർത്തും. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് നല്ല കാലാവസ്ഥയാണ് അൽഹംദുലില്ലാഹ് നൽകിയത്. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് കഴിയുന്നവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ടാണ്. അൽഹംദുലില്ലാഹ്, രൂപത്തിൽ തന്നെ ആയി അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാട് പിന്നെ എന്താണ് അനുഭവങ്ങൾ മഹാനരായ ഖാസിം ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമ്മൾ അവിടുത്തെ ശിഷ്യന്മാർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ജലാൽ ഉസ്താദിനെ പോലത്തെ ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഇവിടെ ഒന്ന് ആ ഒരു ബറക്കത്തിന് ഉസ്താദ് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ പ്രസംഗിക്കുന്നല്ല, എൻ്റെ അനുഭവങ്ങളൊന്നും കൂടുതലില്ല. അവരൊക്കെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഇഖ്ലാസോടുകൂടെ ദർസ് നടത്തി ആ ഒരു നല്ല ജീവിതത്തിലൂടെ ജീവിച്ച് അവസാന ഇൽമിലായി കൊണ്ട് തന്നെ മരിച്ചുപോയ മഹാൻ അല്ലാഹു അവരെ കൂടെ നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട മകനായ വന്യരായ നമ്മുടെ ശംസു ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇന്നും അരക്കുറമ്പ് വിനീതനായ ഞാൻ ദർസ് നടത്തുന്ന സ്ഥലത്ത് ഉസ്താദ് രാവിലെ വരും. ഉസ്താദും അവിടുത്തെ ഉസ്താദാണ്, മുദരിസാണ്. ഒരു രൂപ പോലും ശമ്പളം വാങ്ങാതെ അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ശർഹുൽ ഖായിദും അതുപോലെ തന്നെ അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് മഹല്ലിയും ജംഉം വലിയ കിതാബുകളൊക്കെ ഓതി കൊടുക്കുകയാണ്. അല്ലാഹു ഉസ്താദിൻ്റെ ഇൽമിൽ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ.
മഹാനായ ഖാസിം ഉസ്താദ് എല്ലാ ഫന്നിലും നല്ല അറിവുള്ള ആളായിരുന്നു. നല്ല അഫ്ലാക്കിൽ, അതുപോലെ തന്നെ ഹിസാബിൽ, കണക്കിൽ, തച്ചുശാസ്ത്രത്തിൽ, എല്ലാ വിഷയത്തിലും നല്ല കഴിവുള്ളൊരു പണ്ഡിതനായിരുന്നു. അൽഹംദുലില്ലാ പൊരുത്തങ്ങളും ഗുരുത്തങ്ങളും ഉസ്താദിന് കിട്ടിയതുകൊണ്ട് ഉസ്താദിൻ്റെ ദർസ് അവിടെ ഞമ്മക്കും കിട്ടുന്നത് കൊണ്ട് അൽഹംദുലില്ലാ അവിടുത്തെ കുട്ടികൾക്കും വലിയൊരു ബറക്കത്താണ്. അള്ളാഹു ഉസ്താദിൻ്റെ ഇൽമിലും അവരിലൂടെ നമ്മുടെയൊക്കെ മുതഅല്ലിമീങ്ങളിലും നമ്മുടെ മക്കളിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പൊരുത്തം നമ്മുടെ എല്ലാവരിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാസിം ഉസ്താദിൻ്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് ഈ മജ്ലിസ് അൽഹംദുലില്ലാ ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഇത് നമുക്ക് ഒരൗഷധ വീര്യമുള്ള ഒരു വലിയ ഭക്ഷണമാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ വിഷയത്തിനും അഭിവന്ദരായ സിദ്ദീഖ് ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് നമ്മുടെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഇവിടെ അറിയിച്ചവരുണ്ട്. ഉസ്താദുമായി ബന്ധപ്പെട്ട പലരും പല വിഷമങ്ങളും അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അടക്കം പലരും അസുഖമായി കിടക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാവട്ടെ. എൻ്റെ മഹല്ലത്തിൽ അവിടെ എല്ലാ അർത്ഥത്തിലും മദ്രസയിൽ പഴയ ഉസ്താദായിരുന്നു, ദീനി പ്രവർത്തകനായിരുന്നു. ഒരുപാട് വിഷമം ഡയാലിസിസ് ചെയ്ത് കുറേ കാലം അസുഖമായിട്ട് കിടന്നാണ്. പ്രിയപ്പെട്ട അബ്ബാസ് മുസ്ലിയാർ അരക്കുപറമ്പ് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ട് കിടക്കുകയാണ്. നാളെ 8 മണിക്ക് അവരുടെ ജനാസ എടുക്കണം. അള്ളാഹു അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അള്ളാഹ്. ജീവിതത്തിൽ അവരൊരുപാട് വിഷമങ്ങളും വേദനകളും ഡയാലിസൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഡയാലിസിന് പോയതാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ അവസാനത്തെ ടൈമായപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ജീവൻ നിലച്ചുപോയി. അള്ളാഹുവേ ഞങ്ങളൊക്കെ മരണം എപ്പോഴാണെന്നറിയില്ല, നല്ല മരണങ്ങൾ നൽകണേ അള്ളാഹ്. ഖാസിം ഉസ്താദ് അവരവസാനം അവരെ ഇൽമു പഠിക്കുന്ന സ്ഥലത്തു നിന്നാണ് മരണപ്പെടുന്നത്. ഇൽമുമായി ബന്ധപ്പെട്ട് അന്നും ദർസ് നടത്തി, അന്നും ഇമാമ് നിന്ന്, ഇശാഇൻ്റെ ശേഷം ഇമാമ് നിന്ന് നല്ല നിലക്കാണ് മരിക്കുന്നത്. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അഭിവന്ദരായ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട മകൻ നമ്മുടെ ഉസ്താദ് ഷംസു ഉസ്താദ് അവരെ ഏൽപ്പിച്ച് അവിടുത്തെ ചികിത്സയും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഏൽപ്പിച്ച് നേരത്തെ മരണം മുന്നിൽ കണ്ടതുപോലെ ഉളുവെടുത്ത് വരാൻ പറഞ്ഞ്, വെള്ളവസ്ത്രം എടുത്ത് വരാൻ വേണ്ടി പറഞ്ഞ്, ഖിബലക്ക് തിരിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞ് എല്ലാം അവിടത്തെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഈ സംഗതികളിലൊക്കെ നമ്മൾ കൂടുന്നത് ഒരു ഇജാസത്ത് കൂടിയാണ്, ഒരു ബറക്കത്ത് കൂടിയാണ്. അൽഹംദുലില്ലാ ഇന്നും പലപ്പോഴും ഉസ്താദ് പറയാറുണ്ട്, ഒന്നും എൻ്റെ കയ്യിലില്ല, എല്ലാം എൻ്റെ വാപ്പയിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ ഉപ്പയുടേതാണ് എന്ന് എപ്പോഴും ആ ഉപ്പയെ പറയാത്ത ഒരു ദിവസം പോലും സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരോടും പറയുന്നത് ഉപ്പമാരോട് സ്നേഹം വേണം, ഉമ്മമാരോട് സ്നേഹം വേണം, അവരുടെ വഴിയിൽ സഞ്ചരിക്കണം. അതില്ലെങ്കിൽ വീട്ടിൽ രോഗങ്ങളുണ്ടാകും, വീട്ടിൽ പരീക്ഷണങ്ങളുണ്ടാകും. ഉമ്മയും വാപ്പയും ഒക്കെ വീട്ടിൻ്റെ ഉള്ളിൽ മാലയോതി മൗലിദോതി ഖുർആനോതി കടന്നുപോയ വീടുകൾ, ആ വീടുകളൊക്കെ നമ്മളൊക്കെ വീടുകൾ, നമ്മളെ വാപ്പാരും വല്യമാരൊക്കെ അങ്ങനെ കടന്നുപോയതാ. ആ വീട്ടിൻ്റെ ഉള്ളിൽ സിനിമയും ഫോണും സീരിയലും വൃത്തികേടും മാത്രമായാൽ അവിടെ വരും രോഗങ്ങൾ, അവിടെ വരും ശൈത്താൻ, അവിടെ വരും അസുഖങ്ങൾ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതാണ് ഇന്ന് പലരുടെയും അസുഖങ്ങളുടെയും അവസ്ഥകളുടെ കാരണമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു ആ മഹാന്മാര് സ്വാലിഹീങ്ങൾ, നമ്മളെ ഉമ്മാര്, വാപ്പാര്, വല്യമാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്രയോ ആളുകൾ പടച്ചോനെ എൻ്റെ കുട്ടിനെ നന്നാക്കണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞൊരു ദുആ ഉണ്ടല്ലോ, ആ ദുആകളാണെന്നൊക്കെ നമ്മൾ ഉസ്താദുമാരായി നമ്മളിങ്ങനെ നല്ലലേക്ക് ജീവിക്കാനൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനകളാണ്. അള്ളാഹുവേ അവരുടെയൊക്കെ പൊരുത്തം, പ്രത്യേകിച്ച് ഖാസിം ഉസ്താദിൻ്റെ പൊരുത്തം അവരെ മകനായ ഷംസു ഉസ്താദിനും അതുപോലെ ഞങ്ങൾക്കൊക്കെ നൽകണേ അള്ളാഹ്. അവിടുത്തെ ഭാര്യ, അവിടുത്തെ മക്കൾ എല്ലാവർക്കും ആ ഒരു പൊരുത്തം നൽകണേ അള്ളാഹ്. അവിടുത്തെ ഭാര്യ ഷംസു ഉസ്താദിൻ്റെ ഉമ്മ അവരൊക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അള്ളാഹ്. പടച്ചവനെ അവിടുത്തെ പെൺമക്കൾ, മറ്റു ആൺമക്കൾ, അവരുടെ മക്കൾ, പേരമക്കൾ, മരുമക്കൾ ആർക്കും ഒരു രോഗം, ഒരു അടങ്ങേർ, ഒരു വിഷമം പ്രത്യേകിച്ചും കൊടുക്കല്ലേ അള്ളാഹ്. ഈ സദസ്സിലുള്ള ഞങ്ങളൊക്കെ ഗൗസുൽ ആലമിൻ്റെ ബർക്കത്ത് കൊണ്ട്, മഹാനായ ഖാസിം ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളമ്മമാർ, ഞങ്ങളെ വാപ്പാർ, അഭിവന്ദരായ ഞങ്ങളെ ഉസ്താദുമാർ എല്ലാവർക്കും രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ തരണേ അള്ളാഹ്. മരണപ്പെട്ടുപോയ ബഹുന്യരായ അബ്ബാസ് ഉസ്താദ് അടക്കങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളെല്ലാവരും, ഞങ്ങളമ്മാര്, വാപ്പാര്, വല്യമാര് മരിച്ചോലെ ആരെക്കണ്ടോൽക്കൊക്കെ പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്. ഈ മജ്ലിസ് കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹ് ഞാൻ ദുആ ചെയ്യാം എന്ന് ഏൽപ്പിച്ചുകൊണ്ട് അഭിവന്ദരായ സിദ്ദീഖ് ഉസ്താദിന് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും.